അപ്പോൾ നമുക്കൊന്ന് ഒരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ. മട്ടൻ 1/2 കിലോ, വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ, ഒരു തുടമുണ്ട് അത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 സവാള, മല്ലിയില, തക്കാളി 1 ചെറുത്, വേപ്പില, ഉപ്പ് പാകത്തിന്, പിന്നെ ഇത് മട്ടൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം. പച്ചക്കായ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് കുറച്ച് പെരുംജീരകവും പട്ടയും ഗ്രാമ്പൂ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറുകപ്പട്ട ഞാൻ ഇട്ടിട്ടില്ല. കറുകപ്പട്ട ഇതിൻ്റെ അകത്ത് ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ കറുകപ്പട്ട ഇല്ല. കറുകപ്പട്ട ചെറിയൊരു കഷ്ണം ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇടാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ സവാള തന്നെ ആദ്യം തന്നെ ഇട്ട് വഴറ്റണമെന്നൊന്നുമില്ല. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ടാൽ മതി. അങ്ങനെ ഏത് വിധത്തിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, പൊടി ഇടാം അല്ലേ. മഞ്ഞപ്പൊടി, മട്ടൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ പൊടികളും കൂടി തക്കാളി ഇളക്കി മട്ടൻ ഇടാം. മട്ടനൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മസാലയൊക്കെ മട്ടനിൽ പിടിക്കുന്നവർ നല്ല രീതിയിൽ ഇളക്കുക. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇപ്പോൾ അത് ചെയ്യണമെങ്കിൽ. അധികം തീ കൂട്ടാതെ, കാരണം മസാലയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ഇളക്കി നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല ഒന്ന് കുറുകിയ രൂപത്തിലാക്കണം. അത്രയും വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, അധികം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഞങ്ങളിപ്പോൾ ഒഴിച്ച വെള്ളമുണ്ട്, അല്ലാണ്ട് സ്വർക്കൊന്നല്ല. സ്വർക്ക കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. നല്ല വെള്ളം പിടിച്ച് വെച്ചിട്ടെ, ഫിൽറ്റർ വെള്ളം പിടിച്ച് വെച്ചിട്ട് ഒഴിച്ചതാണ്. അത് സ്വർക്കല്ല, വെള്ളമാണ്. അപ്പോൾ നന്നായിട്ട് കുറുകനാക്കി വയ്ക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. ഉപ്പ് പാകത്തിന് ഉപ്പ് കറക്റ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇടുക. പാകത്തിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു 6-7 വിസിലടിക്കണ വരെ വയ്ക്കുക. 6-7 വിസിലടിക്കുമ്പോഴത്തേനും അത് മട്ടനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ചില മട്ടൻ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ, ചില കുക്കറിൻ്റെ ഒക്കെ ഒരു വ്യത്യാസത്തിലേ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ പച്ചക്കായ ഇട്ട് ചേർത്ത് കേട്ടോ. അതിനകത്ത് ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി വീണ്ടും കുറച്ച് നേരം ഒന്ന് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാല ഒക്കെ അതിൽ പിടിക്കാനായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചേട്ടൻ പുട്ടൊക്കെ ഉടച്ചല്ലേ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേക്കായ മട്ടൻ എന്താക്കി ചെമ്പപ്പുട്ടും
ഇയാൾക്ക് എന്തിട്ടാണ് മട്ടൻ കറി. ഇയാൾക്ക് എന്തിട്ടാണ്? ഞാനിതൊക്കെ തന്നെ കഴിക്കാം, അല്ലാണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കഴിക്ക്, ഞാൻ കഴിക്കാം. കഴിക്കൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. അടിപൊളിയാ. അങ്ങോട്ട് കുഴക്കല്ല, അങ്ങോട്ട് ഇങ്ങനെ കിടക്കാണ്. ഗ്രേവി ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. പതുക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നണം. പതുക്കെ ആസ്വദിച്ച് തിന്നണം. എന്നാ നമുക്ക് കഴിക്കാല്ലേ? കഴിച്ചിട്ട് അങ്ങനെ ഓക്കേ.